നിലാസ് ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിത്ത് ജാമ്യം കിട്ടി വീട്ടിലേക്ക് വന്നതിന് ശേഷം തൻ്റെ മകനെ മാത്രം എന്തുകൊണ്ടാണ് ഇപ്പോഴും ജാമ്യം കിട്ടാത്തതെന്നുള്ള വളരെ ഒരു ദേഷ്യത്തിലാണ് കമല നിൽക്കുന്നത്. രോഹിത്തിന് ജാമ്യം കിട്ടിയിട്ട് ഇത്ര ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഹരിക്ക് ജാമ്യം കിട്ടാത്തത്, എന്തുകൊണ്ടാണ് അവന് ഇറക്കാൻ ഇത്ര താല്പര്യം കാണിക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ശിവനോട് ദേഷ്യപ്പെടുന്നുണ്ട് കമല. ശിവനും മനുവൊക്കെ പറയുന്നുണ്ട്, എടി കമലേ, ഈ രോഹിത്തിൻ്റെ പോലെയല്ല ഹരി ചെയ്ത പ്രവർത്തികൾ. അവൻ ആ കുട്ടിയെ പീഡിപ്പിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ ജാമ്യമൊന്നും കിട്ടൂല പെട്ടെന്ന്, നീ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറയുമ്പോഴും തൻ്റെ മകനെ പൊക്കി പറഞ്ഞുകൊണ്ടാണ് കമല ഇപ്പോഴും നിൽക്കുന്നത്. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, രോഹിത്താണ് അവനെ കൊണ്ടുപോയത്. പക്ഷേ അലീന ചെന്ന് ശരണ്യയുടെ മനസ്സെല്ലാം മാറ്റി ശരണ്യയെ കൊണ്ട് മാറ്റി പറയിപ്പിച്ചിട്ടാണ് രോഹിത്തിന് ജാമ്യം കിട്ടിയതെന്നൊക്കെയാണ് കമല ഇപ്പോഴും ശിവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശിവൻ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും കമലയുടെ തലയിൽ ഇതൊന്നും കയറുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നോ? സ്വന്തം മകൻ തന്നെയല്ലേ ജയിലിൽ കിടന്ന് ഈ അനുഭവിക്കുന്നത്. നിങ്ങൾ ബാലചന്ദ്രനെ കണ്ടുപിടിക്കും. ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞിട്ടായിരിക്കൂലേ അലീന ശരണ്യയുടെ വീട്ടിൽ ചെന്ന് ശരണ്യയെ പരിപാലിക്കുന്നത് പോലെയൊക്കെ അഭിനയിച്ച് ശരണ്യയുടെ മനസ്സ് മാറ്റിയെടുത്തത്. ഇപ്പോൾ ഇതാ ശരണ്യ ജയിലിൽ ചെന്ന് കോടതിയുടെ മുന്നിൽ രോഹിത്ത് ഒരു കുറ്റം ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനിപ്പോൾ ജാമ്യവും കിട്ടി. അതുപോലെ നമുക്ക് ചെന്ന് ശരണ്യയോട് സംസാരിച്ചാലോ എന്നാണ് കമല ശിവനോട് ചോദിക്കുന്നത്. നീ എന്തൊക്കെ വിവരക്കേടൊക്കെയാണ് കമലെ നീ പറയുന്നത്? നമ്മൾ ശരണ്യയുടെ വീട്ടിലേക്ക് ചെല്ലാനോ? നല്ല കഥ, എല്ലാവരും കൂടി നമ്മളെ കണ്ടതും അങ്ങോട്ട് സ്വീകരിച്ച് അകത്തേക്ക് ഇരുത്തോലോ. പിന്നെ നിനക്കതൊന്നും ചിന്തിക്കാനുള്ള ബോധം ഇപ്പോഴും ആയിട്ടില്ലേ എന്നാണ് ശിവൻ കമലയോട് ചോദിക്കുന്നത്. അലീനയുടെ അനുഭവം തന്നെ നിനക്കറിയാമല്ലോ. ആദ്യമായി അലീന ശരണ്യയെ കാണാൻ ചെന്നപ്പോൾ എല്ലാവരും കൂടി ചെന്ന് അവളെ പിടിച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയപ്പോൾ ആ ഓട്ടോ ഓടിക്കുന്ന ഷാജി എന്ന് പറഞ്ഞ ഒരാളല്ലേ അവളെ രക്ഷിച്ചത്. അതുപോലെ നമ്മളെ രക്ഷിക്കാനായിട്ട് ആരും വരൂല കേട്ടോ. പോരാത്തതിന് ഒരു കോളനിയിലാണ് ശരണ്യ താമസിക്കുന്നത്. ആ കോളനിക്കാരുടെ സ്വഭാവം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എല്ലാവരും കൂടി നമ്മളെ ഇട്ട് തല്ലിക്കൊല്ലും അവിടെ, അത്രയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല. നിനക്ക് വേണമെങ്കിൽ നീ പോയി ഇങ്ങോട്ട് ശരണ്യയുടെ കാലിൽ വീണ് മാപ്പ് പറ. ഏതായാലും എനിക്ക് വയ്യ അവന് വേണ്ടി അവിടെ വന്ന് നാണം കേടാൻ. നീ കുറച്ചു കാലം കൂടി ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞാൽ നിനക്ക് കേൾക്കാനും പറ്റില്ല. അവൻ എൻ്റെ മാത്രം മകനാണല്ലോ, നിങ്ങളുടെ ആരുമല്ല അല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളുടെ മകൻ ഇറങ്ങിയപ്പോഴുള്ള സന്തോഷമൊന്നും അവനെ ഇറക്കാൻ കാണിക്കാത്തത് മഹാ കഷ്ടം തന്നെ. ചേട്ടനെന്ന് പറഞ്ഞ് ഒരുത്തനും നടക്കുന്നുണ്ട്, അവനോട് പറഞ്ഞിട്ടും എന്ത് കാര്യം? അവനും രോഹിത്തിനെ ഇറക്കാൻ കാണിച്ച ഇതൊന്നും സ്വന്തം അനിയനെ കാണിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. നിങ്ങൾ ആരെയും കാല് പിടിക്കാൻ ഞാൻ ഇനി വരുന്നില്ല. എനിക്കറിയാം അവളുടെ വീട്ടിൽ പോയി ചെന്ന് അവളോട് കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ മോനെ പുറത്തിറക്കാൻ. നിങ്ങൾ എന്തായാലും ഇതിനു വേണ്ടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമല ശിവനെ വെല്ലുവിളിക്കുകയാണ്. ശിവൻ അപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, ഇനി എന്തൊക്കെയാണെന്നാവോ അവിടെ ചെന്ന് ഇവള് വരുത്തി വയ്ക്കാൻ പോകുന്നതെന്നൊക്കെ ആലോചിച്ച് മനസ്സിലൊരു ടെൻഷൻ ശിവനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലായിരുന്നു വൈജയുടെ കോള് കമലയുടെ ഫോണിലേക്ക് വരുന്നത്. ആ വൈജയ്, പറ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ചോദിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കണോ അല്ലേ? കമലേട്ടത്തേക്ക് ഇങ്ങോട്ടൊന്ന് വിളിക്കാലോ. എത്ര ദിവസമായി ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നിട്ട്. ഒരു വിളിയെങ്കിലും ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? എങ്ങനെയുണ്ടെന്നൊക്കെ സുഖവിവരങ്ങൾ അറിയാൻ. ഓ, സുഖവിവരങ്ങളൊക്കെ അറിയാൻ പറ്റിയ സമയം. നിനക്ക് നിൻ്റെ മോനെ കിട്ടിയപ്പോൾ നിൻ്റെ മനസ്സമാധാനം തിരിച്ചു കിട്ടിയല്ലോ. എൻ്റെ മോൻ ഇപ്പോഴും ജയിലിലാണ്. അവനെ ഇറക്കാൻ ആർക്കും കഴിയൂല. അവൻ്റെ കാര്യത്തിന് ഞാൻ മാത്രമല്ലേ ഓടാനിപ്പോൾ ഉള്ളൂ. നിനക്കെന്താ? അലീന ചെന്ന് ശരണ്യയുടെ മനസ്സും മാറ്റി കോടതിയിൽ നിന്ന് നുണയും പറഞ്ഞ് രോഹിത്തിനെ ഇറക്കിയപ്പോൾ എല്ലാവർക്കും സമാധാനമായി. എന്നാൽ ഹരിയെ ഇറക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ? ഏട്ടത്തി എന്താ അങ്ങനെയൊക്കെ പറയണേ? രോഹിത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ അതുകൊണ്ടാണ് ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അതുപോലെയാണോ ഹരി? ഹരി ആ കുട്ടിയെ പീഡിപ്പിച്ചൊരുത്തനാ. പിന്നെ എങ്ങനെ അവന് പെട്ടെന്ന് ജാമ്യം കിട്ടുക?
എൻ്റെ മകനെ കുറ്റം പറയേണ്ട വൈജേ, നിൻ്റെ മോൻ ഒരുത്തനാ അവനിങ്ങനെ നശിപ്പിച്ചത്. അവൻ ഈ ഒരു കൂട്ടുകെട്ടിക്കൊക്കെ കൊണ്ടുപോയത് അവനൊരുത്തനാ, അല്ലാതെ അവനിങ്ങനെയൊക്കെ പ്രവൃത്തി ചെയ്യുന്ന ഒരാളൊന്നുമല്ല. നിങ്ങളുടെ മോൻ എൻ്റെ മോനെയും കൂടിയും കൊണ്ടുപോയി എന്താ ഇപ്പോൾ ജയിലിലോട്ട് കാക്കി. അവൻ സുഖമായിട്ട് പുറത്തിറങ്ങി. ഹരിയാണെങ്കിലോ ഇപ്പോഴും ജയിലിൽ. അതാ ഞാൻ പറഞ്ഞത്, അവൻ്റെ കൂട്ടുകെട്ടാ തെറ്റ്, അല്ലാതെ ഹരിയല്ല. കമലേട്ടത്തിനോട് തർക്കിക്കാനൊന്നും ഞാനില്ല. കാരണം എന്തു പറഞ്ഞാലും മോൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മോനിങ്ങനെ വഴിതെറ്റി പോകുന്നത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കുറച്ച് നാളായല്ലോ വിളിച്ചിട്ട്, അതുകൊണ്ട് മാത്രം വിളിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് വൈജ ഫോൺ കട്ട് ചെയ്യുകയാണ്. കമലയപ്പോൾ പറയുന്നുണ്ട്, ഓ അവളുടെ മോനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മോനെക്കുറിച്ച് എല്ലാവർക്കും അനാവശ്യം പറയുക. എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ആലോചിക്കുകയാണ് കമല. ഇനി ഏതായാലും ശിവേട്ടനെയും മനുവിനെയൊക്കെ നോക്കിയിരുന്നിട്ട് ഒരു കാര്യവും ഉണ്ടാവില്ല. എൻ്റെ മോൻ ഇങ്ങനെ ഓരോ ദിവസവും ആ അഴിക്കുള്ളിൽ നിന്ന് നരകിക്കുകയായിരിക്കും. എന്തായാലും എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ വീട്ടിലേക്ക് പോവാനൊരുങ്ങുകയാണ് കമല. ശരണ്യയുടെ വീടിൻ്റെ മുന്നിൽ ഓട്ടോയിൽ നിന്നിറങ്ങിയ കമലയ്ക്ക് നെഞ്ചെടുപ്പ് പയ്യെ പയ്യെ കൂടിത്തുടങ്ങുന്നുണ്ട്. കാരണം എന്തായിരിക്കും അവരുടെ പ്രതികരണം എന്നറിയാതെ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു കമല നിൽക്കുന്നത്. പുറത്ത് ഓട്ടോറിക്ഷയുടെ ശബ്ദം കേൾക്കുമ്പോൾ ശരണ്യയുടെ അച്ഛൻ വാതിൽ തുറന്ന് പുറത്തേക്ക് എത്തുന്നുണ്ട്. ഒപ്പം ശരണ്യയുടെ അമ്മയും ഉണ്ടായിരുന്നു. പുറത്തേക്ക് വന്ന് കമലയോട് ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങൾ മനസ്സിലായില്ലല്ലോ, ഇത് ശരണ്യയുടെ വീടല്ലേ? അതെ, ശരണ്യയുടെ വീട് തന്നെയാ. നിങ്ങളാരാ? അത് പിന്നെ ഞാൻ. കമലയ്ക്ക് സ്വന്തം പേര് പറയാനും ആരാണെന്ന് പറയാനും ചെറിയൊരു പേടിയും മടിയും ഉണ്ടായിരുന്നു. ഞാൻ ഹരിയുടെ അമ്മയാണ്. ഹരിയോ? ഇത് കേട്ടപ്പോൾ ശരണ്യയുടെ അച്ഛൻ്റെ മുഖത്തെ ഭാവങ്ങളെല്ലാം മാറി തുടങ്ങുന്നുണ്ട്. കാരണം തൻ്റെ മകളെ പീഡിപ്പിച്ചവൻ്റെ പേര് ഹരി എന്നാണല്ലോ. ഇനി അവൻ്റെ ആരെങ്കിലും ആണെന്നുള്ള ഒരു ദേഷ്യത്തിലായിരുന്നു ശരണ്യയുടെ അച്ഛൻ നിന്നിരുന്നത്. ഹരി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ഹരിയുടെ ആരെങ്കിലും ആണോ? അതെ, ഞാൻ ഹരിയുടെ അമ്മയാണ്. ഇത് കേൾക്കുന്ന ശരണ്യയുടെ അച്ഛനും അമ്മയ്ക്കും വളരെ ദേഷ്യം വരികയാണ്. നിങ്ങൾക്ക് നാണമില്ലേ സ്ത്രീയെ? നിങ്ങളുടെ മകൻ എൻ്റെ മകളോട് ചെയ്ത ക്രൂരതകളൊന്നും ഞങ്ങളാരും മറന്നിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നത്? എൻ്റെ മകളെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടതിന് ശേഷം മകന് വേണ്ടി വന്നതാണോ നിങ്ങളും? ഈ പടിക്കകത്തേക്ക് കയറിപ്പോകരുതെന്ന് പറഞ്ഞ് ആട്ടി ഓടിപ്പിക്കുകയാണ് ശരണ്യയുടെ അച്ഛൻ കമലയെ. നിങ്ങളൊന്ന് ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. അങ്ങനെ എൻ്റെ മകൻ അങ്ങനത്തെ ഒരു കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ കൂട്ടുകാർ പറഞ്ഞ രീതിയിൽ പെട്ടുപോയതാണ്. അവന് വേണ്ടി ഒന്ന് ക്ഷമിക്കണം. അവന് ജാമ്യത്തിന് വേണ്ടി ശരണ്യയോടൊന്ന് പറയണം കോടതിയിൽ അവനൊന്നും ചെയ്തിട്ടില്ല എന്ന്. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. ഒന്ന് ദൈവത്തെ ആലോചിച്ചൊന്ന് ശരണ്യയോട് പറയണം എൻ്റെ മകന് വേണ്ടി ഒന്ന് ജാമ്യത്തിന് വേണ്ടി അവളോടൊന്ന് കോടതിയിൽ പറയാനായിട്ട്. നിങ്ങൾ ആരാണെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ സംസാരിക്കണേ? ഞങ്ങളെന്താ പണം കാണുമ്പോൾ വീഴുമെന്ന് വിചാരിച്ചോ? അങ്ങനെയാണോ ഞങ്ങളെപ്പറ്റി വിചാരിച്ചിരിക്കുന്നത്? നിങ്ങളെല്ലാവരും ഈ തരുന്ന പണത്തിന് എൻ്റെ മോളുടെ മാനത്തിൻ്റെ വിലയൊന്നും അത്രയ്ക്കൊന്നുമില്ല. നിങ്ങൾ എത്ര പണം തന്നിട്ടും കാര്യമില്ല. എന്തായാലും അവന് വേണ്ടി ഒരിക്കലും വക്കാലത്ത് പറയാൻ എൻ്റെ മകൾ കോടതിയിലേക്ക് വരില്ല. അവന് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. ഓ, നിങ്ങളിപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? അപ്പോൾ രോഹിത്തിന് വേണ്ടി അവൾ കോടതിയിൽ നുണ പറഞ്ഞതോ? അതെന്താ, അവൾ വല്ല പൈസ തന്നപ്പോൾ നിങ്ങൾ മയങ്ങിപ്പോയോ? രോഹിത്തും എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ തന്നെയല്ലേ. എന്തേ അവനെ മാത്രം ഇതിൽ നിന്ന് മാറ്റിയത്? അവനെന്താ ശിക്ഷിക്കപ്പെടേണ്ടവനല്ലേ? അവൻ എൻ്റെ മോളെ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് അവന് വേണ്ടി വക്കാലത്ത് എൻ്റെ മോള് കോടതിയിൽ കയറി പറഞ്ഞത്. അല്ലാതെ നിങ്ങളുടെ മകന് വേണ്ടി ഒരിക്കലും എൻ്റെ മോള് ഒന്നും പറയാൻ കോടതിയിലേക്ക് വരില്ല. ഓ, അലീന വന്ന് കുറച്ച് ദിവസം മോളെ ഒന്ന് പരിചരിച്ചതോടുകൂടി നിങ്ങളുടെ എല്ലാ ദേഷ്യവും വൈരാഗ്യവും എല്ലാം മാറി. അത് പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. എൻ്റെ മകളെ അലീന ഒരുത്തിയാണ് ഇങ്ങനെ പുറം ലോകത്തേക്ക് ഇറങ്ങി നടക്കാനായി അവളെ പഠിപ്പിച്ചതും ധൈര്യം കൊടുത്തതുമെല്ലാം. പക്ഷേ നിങ്ങൾ ഈ പറയുന്നത് പോലെ അവളെ വശീകരിക്കാൻ വേണ്ടിയല്ല അലീന ഈ വീട്ടിലേക്ക് കയറി വന്നത്.
നിങ്ങൾ പക്ഷേ എന്തുദ്ദേശിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നത്? പൈസ തന്ന് മയങ്ങുമെന്ന് വിചാരിച്ചോ ഞങ്ങളെല്ലാവരും? അത് നിങ്ങളുടെ മോഹം മാത്രമാണ്. എന്തായാലും ഹരിക്കെതിരെ പറയാൻ ഞങ്ങളെല്ലാവരും കോടതിയിൽ തന്നെയുണ്ടാകും. അവന് എല്ലാവിധ ശിക്ഷകളും ഞങ്ങളെല്ലാവരും മേടിച്ചു കൊടുക്കും. അത്രയ്ക്കും ഞങ്ങളെ മകൾ അനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ മകൻ കാരണം. നിങ്ങൾ മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള അയൽവക്കക്കാരെയും എല്ലാവരെയും ഞാൻ വിളിച്ചു കൂട്ടും. നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രതികരണം എന്താണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് പൊക്കോ. ഓ, നിങ്ങളെ കുറേ കോളനി കുടുംബം കണ്ടുങ്ങാട്ടൊന്നും ഞാൻ പേടിക്കുമെന്നൊന്നും വിചാരിക്കേണ്ട. അതിലും വലിയ ആൾക്കാരെ കണ്ടവളാ ഈ കമല. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ ആൾക്കാരെല്ലാവരും കൂടിയും ചേർന്ന് അലീനയെ കത്തിക്കാൻ പോയതുപോലെ എന്നെയും എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ച് കമല പയ്യെ അവിടെ നിന്ന് പോവാൻ നോക്കുകയാണ്. ഇപ്പം ഞാൻ പോയേക്കാം, പക്ഷേ നിങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ അനുഭവിക്കേണ്ടി വരും. കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കമല വന്ന ഓട്ടോറിക്ഷയിൽ തന്നെ കയറി പോവാൻ നോക്കുന്നുണ്ട്. ശരണ്യയുടെ അമ്മ ആ സമയത്ത് ശരണ്യയുടെ അച്ഛനോടപ്പോൾ പറയുന്നുണ്ട്, ഇതൊരു സ്ത്രീ തന്നെയാണോ, ഒരമ്മ തന്നെയാണോ? ഈ അമ്മ തന്നെയായിരിക്കും മകനെ ഇങ്ങനത്തെ വഴിയിലേക്കൊക്കെ പറഞ്ഞയക്കുന്നതെന്നൊക്കെ ശരണ്യയുടെ അമ്മ ശരണ്യയുടെ അച്ഛനോട് പറയുകയാണ്. അമ്മ ഇങ്ങനെയല്ലേ, പിന്നെ എങ്ങനെയാണ് മകനെ എല്ലാം അങ്ങനെ ആവാതിരിക്കുക? ഇതിനും അപ്പുറം ആ സ്ത്രീ കാണേണ്ടി വരുമെന്ന് പറഞ്ഞ് ശരണ്യയുടെ അച്ഛൻ അകത്തേക്ക് കയറി കഥ കടയ്ക്കുന്നുണ്ട്. അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.